ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2-ന്റെ ഇനി വരുന്ന എപ്പിസോഡുകളെ കുറിച്ചുള്ള ഒരു ചെറിയ വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ നമ്മുടെ സാന്ത്വനം 2-ല് നല്ല അടിപൊളി ട്വിസ്റ്റ് ആണ് നടക്കുന്നത് അല്ലെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ഇട്ടപ്പോൾ ഞാൻ ഇട്ടായിരുന്നു അത് നമ്മുടെ അനുശ്രീ കൃഷ്ണമംഗലത്ത് നിന്ന് ആര്യൻ വന്ന ആ കേസ് പറഞ്ഞതോടുകൂടി നമ്മുടെ അനുശ്രീ രണ്ട് കുടുംബക്കാരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ അനുശ്രീയെ ബാലനും ഗോമതിയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സീനും കാര്യങ്ങളാണ് കണ്ടത്. അങ്ങനെ നമ്മുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ അനുശ്രീയുടെ ഇനിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അല്ലെ. അങ്ങനെ നമ്മുടെ അനുശ്രീ വീട്ടിലെത്തിയാണ്. അപ്പൊ നമ്മുടെ ഗോമതി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല മോളെ, ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് നീ എന്തിനാ മോളെ അവിടെ നിന്നത്? ഒരു വാക്ക് നിനക്ക് നിന്റെ അച്ഛനോടോ അമ്മയോടോ ഒന്ന് പറഞ്ഞാ പോരായിരുന്നോ മോളെ? ഇത്രയൊക്കെ ത്യാഗം സഹിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മേ? അത് പിന്നെ അലോക് എന്നോട് ചെയ്ത ആ ക്രൂരത, എന്നിട്ട് എന്റെ വിവാഹം മുടക്കിയിട്ട് അവൻ ഒരു അമേരിക്കക്കാരന്റെ മകളെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. എനിക്ക് അവനോട് വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്റെ മനസ്സിൽ അന്നേരം അതേ തോന്നിയുള്ളൂ. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെ ഒക്കെ മുമ്പില് എന്റെ അച്ഛനും അമ്മയും എന്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരൊക്കെ നാണം കെട്ട് നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു. അപ്പോ എന്നെ തലേദിവസം തൊട്ട് കൊണ്ടുപോയിട്ട് എന്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ജീവനോട് അലോക് പറയുന്നത്. അപ്പൊ ആ ഒരു നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ എന്റെ മനസ്സിൽ ഇതാ തോന്നിയത്. ഞാൻ ആ താലി സ്വയം എന്റെ കഴുത്തിൽ കെട്ടി ആലോക് എന്നെ വിവാഹം കഴിച്ചു എന്നാക്കി, അങ്ങനെ വരുത്തി തീർത്തു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? നിനക്ക് എന്തെങ്കിലും ആപത്തോ ബുദ്ധിമോശമോ ഒക്കെ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോഴേക്കും നമ്മുടെ ആര്യം ചോദിച്ചു, അപ്പൊ അനുശ്രീ, അപ്പോ നീ മറ്റേ റെയ്ഡിന്റെ കേസ് നീയാണോ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ് ആര്യേട്ടാ ചെയ്തതെന്ന് പറയാം. കാരണം ഞാൻ നോക്കിയ സമയത്ത് കുറെ നോട്ടുകൾ, കള്ള നോട്ടുകളും ഒക്കെയുള്ള നോട്ടുകൾ അടുക്കി പിറക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെ? അലോകും അതുപോലെ തന്നെ അച്ചുമാമനും അടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അപ്പൊ തന്നെ തോന്നി അത് കണക്കിൽപ്പെടാത്ത പണമാണെന്ന്. ഞാൻ അപ്പൊ തന്നെ ഇൻകം ടാക്സുകാരെ വിളിച്ചറിയിച്ചു. അപ്പോൾ നമ്മുടെ ബാലൻ ചോദിച്ചു, എന്റെ പൊന്നു മോളെ, നീ ആവശ്യമില്ലാത്ത പണികളൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു, എന്തായാലും ഇതുവരെ നടന്നതൊക്കെ പോട്ടെ, ഇനി സാരമില്ല. എന്റെ മോക്ക് ഇനി നല്ലൊരു ഭാവിയുണ്ട്. കല്യാണമൊന്നും ഇനിയിപ്പൊ നമ്മളെ നോക്കുന്നില്ല. മോക്ക് ഇനി കല്യാണവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ മോള് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ലൈഫ് എന്റെ മോക്കുണ്ട്. മോളൊരു IPS കാരി എന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മിത്രയും മീനുവും കൂടെ പറഞ്ഞു, എന്നാ പിന്നെ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോയാൽ മതി എന്ന് പറയണം. അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ അനന്തനും നന്ദിനിയും നമ്മുടെ ആര്യനോടും അതുപോലെ മിത്രയോടും എല്ലാം ക്ഷമിച്ച് അവരെ ഈ കൃഷ്ണമംഗലം കുടുംബത്തിലേക്ക് അവര് ഒരു വിവാഹം നടത്തി, ഒരു ഫംഗ്ഷൻ ആക്കി നടത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെല്ലാരും കൂടെ ഒരു പ്ലാൻ ചെയ്യണം. അപ്പൊ അനന്തം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അച്യുതനോട് ആലോചിക്കാണ്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും നന്ദിനി ചോദിക്കും, അതെന്തിനാ അച്യുതനോട് ആലോചിക്കണം? പിന്നെ എന്റെ അനുജനല്ലേ അവനോട് തീരുമാനിക്കാണ്ട് എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിലും അച്യുതനോട് പറയാൻ അനന്തനൊരു മടി ആയതുകൊണ്ട് ഇവരുടെ വിവാഹം ഇനിയും ഒരു വലിയ ആർഭാടത്തോടു കൂടി നടത്തുന്നതിനോട് അവർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അച്യുതനോടുള്ള ഒരു പറയാനുള്ള ഒരു പ്രശ്നം കാരണമാണ് അനന്തൻ അത് പറയാതിരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ അവര് തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം, ആര്യന് നമുക്ക് സൈലന്റ് ആയിട്ട് ഒരു സപ്പോർട്ട്, അതായത് ആര്യനൊരു ട്രാവൽ ഏജൻസി തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അതിന്റെ ഇടയിൽ തന്നെ പിന്നെ നമ്മുടെ അനു തിരിച്ചെത്തിയല്ലോ. അങ്ങനെ അനു തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലൻ പറഞ്ഞു, ഇത് എല്ലാ പ്രാവശ്യവും ഓരോ തെറ്റുകളും നമ്മൾ ക്ഷമിച്ചു വിട്ടു. ഗോമതിയെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഗോമതി തന്റെ ഏട്ടന്റെ മകൻ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് അന്നൊരു കേസിന് ഞാൻ മുതിരാതിരുന്നത്. പക്ഷെ ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആനന്ദ് പറഞ്ഞു, അച്ഛാ എന്താ ചെയ്യേണ്ടെന്നൊരു വാക്കച്ഛൻ പറഞ്ഞാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ആര്യനും ആകാശവും ഒക്കെ അതെ അച്ഛ എന്തെങ്കിലും നമുക്ക് ചെയ്യണേ, ഇവനെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ബാലൻ പറയും, എന്തായാലും ഈ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അനുശ്രീയെ കൊണ്ട് തന്നെ അലോകിനെതിരായിട്ട് ഒരു കേസ് അങ്ങ് കൊടുക്കാന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, കൊടുത്തോ ബാലേട്ട, കാരണം എന്ന് വെച്ചാൽ എന്നോട് ചെയ്ത ക്രൂരത
ചഞ്ചലത ഞാൻ പിന്നെയും ക്ഷമിച്ചു. പക്ഷെ എൻ്റെ മക്കളോട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അതിപ്പോ ഏട്ടന്റെ മോനാണെങ്കിലും ശരി, മോളാണെങ്കിലും ശരി, ഞാൻ അതൊരിക്കലും പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നമുക്ക് അനുശ്രീയെ കൊണ്ട് തന്നെ ഒരു കേസ് കൊടുപ്പിക്കാന്നുള്ള രീതിയിൽ അവരിയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലനും ആനന്ദും ഒക്കെ ചേർന്നിട്ട് നമ്മൾ അനുശ്രീനെയും കൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം, അതായത് കല്യാണ തലേ ദിവസം കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും പിടിച്ച് ഗുണ്ടകൾ വഴി പിടിച്ചു കൊണ്ടുപോയിട്ട് കല്യാണത്തിന്റെ മുഹൂർത്തം കഴിയുന്നവരെ അവിടെ വയ്ക്കുക, അങ്ങനെ ഒരുപാട് ടോർച്ചർ ചെയ്തതിന്റെ കേസൊക്കെ എല്ലാം കൂടെ എഴുതി അങ്ങ് ചേർക്കേണ്ടത് നമ്മുടെ അനുശ്രീ. എന്നിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുക്കുകയാണ്. അങ്ങനെ കേസെല്ലാം പിന്നെ പോലീസുകാരെ എടുത്തു, പരാതി സ്വീകരിച്ച ശേഷം നമ്മുടെ കൃഷ്ണമംഗലത്തിലേക്ക് പോലീസുകാർ വരികയാണ്. പോലീസ് എത്തുന്ന സമയത്ത് നമ്മുടെ രാജശ്രീ ഇറങ്ങി പോവാണ്. അങ്ങനെ രാജശ്രീ ചെന്നിട്ട് എന്താ സാറേ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇവിടെ അലോക് എന്ന പേരിൽ ഒരാളുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ മകനാണ് സാർ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പേരിൽ ഒരു കേസുണ്ട്, അപ്പോൾ ആളിനെ വിളിക്കാൻ പറയാം. അങ്ങനെ അലോക് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് പോലീസുകാർ ചോദിക്കും, അതെ നിനക്ക് എതിരെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു പെൺകുട്ടി തന്നതാണ്, അപ്പോൾ നീ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പറഞ്ഞെന്ന് പറയും. സാർ പെൺകുട്ടി എന്താണ് സാർ കംപ്ലൈൻറ്റ് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ കാര്യം ഇന്നതുപോലെയാണെന്ന് പറയും. അപ്പോൾ പറയുന്ന സമയത്ത് തന്നെ ഇത് തന്നയ്ക്കുന്ന ആൾ അനുശ്രീ ആണെന്നും പറയും, ദേവമംഗലത്തിൽ നിന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും രാജശ്രീക്ക് തിളക്കണം. എൻ്റെ മകനെതിരെ അവൾ ഇവിടെ വന്ന് എൻ്റെ മകനെ ഇടിച്ച് കൊല്ലാറാക്കി, ഇപ്പോൾ അവൻ്റെ പേരിൽ കേസും കൂടെ കൊടുത്തേക്കാണ്, ഇവളെ ഞാൻ വിടില്ല. അവസാനം ഇന്ദിരാമയും നമ്മുടെ നന്ദിനിയൊക്കെ എത്തണം കേട്ടോ. അപ്പോൾ അവരും വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും പോലീസിന് അലോകിനെ കൊണ്ടുപോകാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അലോകിൻ്റെ എതിരെ അങ്ങനത്തെ ഒരു ക്രിമിനൽ കേസ് പോലത്തെ സംഭവമാണ് വന്നിരിക്കുന്നത്. ഒരു കല്യാണ തലേന്ന് ഒരു പെൺകുട്ടിയെ അതായത് പെൺകുട്ടിയുടെ പെർമിഷൻ ഇല്ലാണ്ട് ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയി എന്നുള്ളത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. എന്നിട്ട് വിവാഹം മുഹൂർത്തം വരെ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഒരു വലിയ തെറ്റ് തന്നെയാണ് അലോക് ചെയ്തത്. അങ്ങനെ അലോകിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ സമയം നമ്മുടെ രാജശ്രീ നേരെ ദേവമംഗലത്ത് ചെന്നിട്ട്, എടി നിനക്ക് സമാധാനം ആയോടി എന്ന് പറഞ്ഞ് അനുശ്രീയുടെ മെക്കിട്ട് കയറുകയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതെ ഏട്ടത്തി എൻ്റെ മോളെ മെക്കിട്ടൊന്നും കയറാൻ നിൽക്കണ്ട, ആദ്യം മോനെ മര്യാദയ്ക്ക് പഠിപ്പിക്കുക, മറ്റുള്ളവരോട് പെരുമാറുന്നതും മനുഷ്യനെ കൂട്ട് പെരുമാറാനായിട്ട് മോനെ പഠിപ്പിക്കുന്നത്. എൻ്റെ മകൻ മനുഷ്യനോട്ട് എന്നടി പെരുമാറുന്നത്, നിൻ്റെ മകൾ വീട്ടിൽ വന്ന് എൻ്റെ മകനെ കൊല്ലാറാക്കി, ഇപ്പോൾ അവൾ പോലീസ് കേസും കൂടെ കൊടുത്തിരിക്കണം, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നും പറഞ്ഞിട്ട് രാജശ്രീ കിടന്ന് ഒച്ചയെടുക്കണം. അപ്പം ഇന്ദിരാമയും നമ്മുടെ നന്ദിനിയൊക്കെ വന്നിട്ട് രാജശ്രീനെ മാറ്റുകയാണ് അവിടെ നിന്ന്. അങ്ങനെ അവർ വീട്ടിലെത്തി കഴിയുമ്പോൾ രാജശ്രീ കരയാണ്, ഇനി എന്താ ചെയ്യണേ, ഇനിയിപ്പോൾ എന്താ ചെയ്യണേ, എൻ്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഈ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയും. അവസാനം ഇന്ദിരാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഇന്ദിരാമ നന്ദിനിയുടെ അടുത്ത് പറയണം, വേഗം തന്നെ നമ്മുടെ അനന്തനെയും അതുപോലെ അച്യുതനെയും വിളിച്ച് കാര്യം പറയാൻ പറയും. അങ്ങനെ നമ്മുടെ നന്ദിനി അപ്പം തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയണം. അങ്ങനെ അവർ നേരെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലണം. പോലീസ് സ്റ്റേഷനിലെത്തി ഇന്നതാണ് കേസെന്ന് കിട്ടും. അപ്പോൾ ജാമ്യം കിട്ടാനോ പുറത്തിറക്കാനോ എന്താ സാർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അച്യുതൻ്റെ ചോദിക്കൽ പോലീസുകാരുടെ അടുത്തൊക്കെ ഒരു തരം റൂളും ചട്ടവും വെച്ചിട്ടാണ്. അതങ്ങനെ ചെയ്യുമ്പോൾ പോലീസുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അച്യുതനെ മാറ്റി നിർത്തി അനന്തൻ ഇരുന്ന് സാറേ എന്താ ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ അവർ കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും പുറത്തൊന്നും വിടാൻ പറ്റില്ല, ജാമ്യമില്ല കേസാണ് എന്ന രീതിയിലൊക്കെ പോലീസുകാർ പറയും. അപ്പം ഇവരറിയാവുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പതുക്കെ ഇവരെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അതെ എനിക്ക് നിങ്ങളെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് പിന്നെ അലോകിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന കേസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേസ് തന്നെയാണ്, നല്ല ജയിൽ ശിക്ഷ കിട്ടാനും തടവും എല്ലാം കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പരാതി തന്ന പെൺകുട്ടിയെ പോയി കണ്ട് കേസ് പിൻവലിക്കണം, അതേ ഇതിന് ഞാൻ നോക്കിയിട്ടൊരു സൊല്യൂഷൻ ഉള്ളൂ എന്ന് പറയും. അപ്പോഴേക്ക് അച്യുതൻ പറയും, പിന്നെ അവൻ്റെ കാല് പിടിക്കാൻ ഞാൻ ഇനി അവളുടെയും കാല് പിടിക്കാൻ ഞാൻ പോകും, അതിന് എന്നെ കിട്ടില്ല എന്ന് പറയും. അപ്പോൾ അനന്തൻ പറയും, എടാ നമുക്കിപ്പോൾ വേണ്ടത് അവൻ്റെ ജീവൻ രക്ഷിക്കുക, അവൻ ചെയ്ത തെറ്റ് തന്നെയാണ്, പക്ഷേ എങ്കിലും ജീവൻ അവൻ്റെ ജയിൽ ശിക്ഷ നിന്ന് അവനെ രക്ഷിക്കുക. കാരണം കോടതിയിലോട്ട് കേസ് പോയി കഴിഞ്ഞാൽ അത് ലെവൽ വേറെയാണ്. കാരണം കിഡ്നാപ്പിംഗ് ആണ്, അതും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കല്യാണ തലേന്ന് കൊണ്ടുപോയി ഇരിക്കുന്നതിൻ്റെ കേസാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരെ അനന്തനും അച്യുതനും കൂടെ കൃഷ്ണമംഗലത്ത് വരെയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ രാജശ്രീ ഓടി വരെയാണ്. കാരണം തൻ്റെ മകൻ എന്തേ അച്ചുവേട്ടാ അവനെ കൊണ്ടുവന്നില്ലേ നിങ്ങളെന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല അവന് ജാമ്യം കിട്ടിയില്ല, ഇനിയിപ്പോൾ അനു തന്നെ കേസ് പിൻവലിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊരു രക്ഷപ്പെടലുണ്ടാവുള്ളൂ എന്ന് പറയാം. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറയാം, അനു എന്ത് ചെയ്യണം, കേസ് പിൻവലിക്കണമെന്ന് ചോദിച്ചു. അതെ കേസ് പിൻവലിച്ചാൽ മാത്രമേ അലോകിന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് അനന്തൻ പറയണം കേട്ടോ.
അങ്ങനെ അവർ ഇനിയിപ്പോൾ നമ്മുടെ ബാലനെയും ഗോമതിയെയും പോയി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അനന്തൻ ഇരിക്കുന്നത്. ആ സമയത്ത് ഇന്ദിരാമ്മ പറയും, ഞാൻ എന്തായാലും ഗോമതി ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. അങ്ങനെ അവർ ദേവമംഗലത്തിൻ്റെ സൈഡിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഗോമതി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്ദിരാമ്മ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറയും, അമ്മ ആർക്ക് വേണമെങ്കിലും എന്നോട് വാദിച്ചു, എനിക്കൊരു വിഷയമല്ല. പക്ഷേ അലോകിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തരി പോലും ഒരാളെടുത്ത് റെക്കമെൻഡ് ചെയ്യില്ല. അവൻ എന്നോട് ചെയ്തത് ഇരിക്കട്ടെ, എൻ്റെ മക്കളോട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അമ്മയെന്ന് പറയും. അപ്പോൾ പറയും, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരു ചീത്തപ്പേരുണ്ടാക്കി നമ്മുടെ കുടുംബത്തിനും അച്ഛനും ഒക്കെ പേരുദോഷം വരുത്തി വെച്ചതാണ്. ഇപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു പേരുദോഷം കൂടെ ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴേക്കും നമ്മുടെ ഗോമതിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം അമ്മ കരഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഗോമതി ഒന്നും മിണ്ടാണ്ട് തന്നെ തിരിച്ച് പോവേണേ. ആ സമയം നമ്മുടെ അനന്തൻ നമ്മുടെ ഇന്ദിരാമയും ഗോമതിയും കൂടെ സംസാരിക്കണ കണ്ടു. അപ്പോൾ ചോദിക്കും, എന്താ അമ്മ അവൾ പറഞ്ഞത്? അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. കേസൊക്കെ ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റണം? ഇന്ദിരാമ്മക്കും ഭയങ്കര സങ്കടമാവുകയാണ്. കാരണം കേസ് ഈ രീതിയിലാണെങ്കിൽ ഇനിയിപ്പോൾ അലോകിനെ ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അച്യുതനാണെങ്കിൽ ദേഷ്യമാണ്, എങ്ങനെ അവരെന്തിനിത് കൊടുത്തു, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിരുന്ന സമയത്ത് അനന്തം പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, അനുവിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, അല്ലാണ്ട് വേറൊരു മാർഗവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയും. അപ്പോഴേക്കും അച്യുതൻ പറയും, ഇനി അവളുടെ കാല് പിടിക്കാൻ പോകണം അല്ലേ, അതാണോ അനന്തമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് അച്യുതൻ ചോദിക്കുക. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയണത് നമ്മുടെ ഗോമതി ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ബാലൻ വരുമ്പോൾ ഗോമതി ഇങ്ങനെ ആരെയും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ബാലൻ ചോദിക്കും, അല്ല ഗോമതി എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കും. ഒന്നുമില്ല ബാലേട്ട, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നതാ. പിന്നെ എന്തിനാ തൻ്റെ കണ്ണ് നിറഞ്ഞത്? നമ്മുടെ മോളിങ്ങ് തിരിച്ചെത്തിയില്ലേ, പിന്നെ ഇനി എന്തിനാണ് കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറയും, അതെ ഇന്ന് അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലോകിൻ്റെ പ്രശ്നം എടുത്തിട്ടു. അങ്ങനെ അലോകിൻ്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത് ഇങ്ങനെ പറയണം. അപ്പോൾ ബാലൻ ചോദിച്ചു, ഇതെന്താ ഇപ്പം നിൻ്റെ മനസ്സൊക്കെ മാറിയോ? ഇത്രയും നേരം നിനക്ക് നിൻ്റെ മകളോട് ചെയ്ത ഈ ക്രൂരത സഹിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഇതിളക്കിയിട്ട് ഇപ്പം നിൻ്റെ ഇതൊക്കെ മാറിയോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറയും, ഇല്ല മാറിയിട്ടൊന്നുമില്ല, അവൻ ചെയ്ത ക്രൂരതകൾക്ക് ഇതിനേക്കാളേറെ ശിക്ഷ അവൻ അർഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഇതിലേക്ക് പോകാത്തത് എത്രയാണെങ്കിലും എൻ്റെ അമ്മ അവിടെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനുശ്രീനെ വിളിച്ചിട്ട് ബാലൻ ചോദിക്കേണ്ടത്, മോളെ ഈ കേസ് പിൻവലിക്കണോ വേണ്ടിയോ എന്ന്. അപ്പോൾ അനുശ്രീ പറഞ്ഞു, എനിക്ക് അലോകിനെ ഒന്ന് പേടിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ മുത്തശ്ശിയൊക്കെ ഒരുപാട് സങ്കടപ്പെടായിരിക്കും അച്ഛാ, കാരണം അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടിനും മുത്തശ്ശി ഉണ്ടായിരുന്നു, നന്ദിനി അമ്മായിയും അനന്തൻ അമ്മാവനും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും തീരുമാനപ്രകാരം ബാലൻ ഒടുവിൽ കേസ് പിൻവലിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു തീരുമാനം അനുശ്രീയുടെ അടുത്ത് തന്നെ എടുക്കാൻ പറയണം. അപ്പോൾ അനുശ്രീ പറഞ്ഞു, അച്ഛാ എനിക്ക് അവനെ പേടിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ മുത്തശ്ശി സങ്കടപ്പെടും, പിന്നെ നന്ദിനി വല്യമ്മ സങ്കടപ്പെടും, അനന്തൻ വലിച്ചമ്മ സങ്കടപ്പെടും. കാരണം വെച്ചാൽ അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹവും ഒരു ഇതുമൊക്കെ ആയിരുന്നു. പക്ഷേ അതേസമയം അച്യുതനോ അലോകോ രാജശ്രീയോ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ഒരു മനുഷ്യപ്പറ്റില്ലാത്ത കൂട്ടം പോലെ ആയിരുന്നു എന്നുള്ളതൊക്കെ അനുശ്രീ പറയണം. അങ്ങനെ ഒടുവിൽ നമ്മുടെ അനുശ്രീയുടെ അടുത്തും കൂടെ സമ്മതം മേടിച്ച് നമ്മുടെ ബാലൻ പോയി സ്റ്റേഷനിൽ ചെന്നിട്ട് കേസ് പിൻവലിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മുടെ അലോകിനെ പുറത്ത് അതായത് കേസ് പിൻവലിച്ച് വെളിയിൽ ഇറങ്ങാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ആവുകയാണ്. പക്ഷേ ദേവമംഗലക്കാരായതുകൊണ്ടാണ് ഈ ഒരു വിട്ടുവീഴ്ച ചെയ്തത്. പക്ഷേ കൃഷ്ണമംഗലക്കാർ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു മനുഷ്യപ്പറ്റ് കാണിക്കില്ല. അനന്തന് ഒരു ഇച്ചിരിയൊക്കെ മനുഷ്യപ്പറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മുടെ സാന്ത്വനം 2 ഏത് രീതിയിലാണ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പുതിയ നല്ല ട്വിസ്റ്റുകളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ. അപ്പോൾ നമ്മുടെ പ്രൊമോസ് വീഡിയോസിനായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കേട്ട ശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.